പീച്ചി സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെ പ്രതിഷേധവുമായി കോൺഗ്രസ്. പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ആരംഭിച്ചു. നരാജ് പരശുറാം ചേരുന്നുണ്ട്. നരാജ്, പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഈ പീച്ചി കേസും കൂടി വന്നപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന സ്ഥിതിയാണ്. മാർച്ച് ആരംഭിച്ചോ? വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ഇവിടെ തടഞ്ഞിട്ടുണ്ട്. വിചാരിച്ചതിലും കുറച്ച് മുൻവശത്ത് വന്നാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിലെ മർദ്ദന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ കോൺഗ്രസ് നടത്തുന്നതാണ്. ഈ വിഷയത്തിൽ പീച്ചിയിൽ, അതായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാരനെ മർദ്ദിച്ചു എന്ന ഗുരുതര ആരോപണമാണുള്ളത്. മാത്രമല്ല കേസ് സെറ്റിൽ ചെയ്യാൻ ഏതാണ്ട് 5 ലക്ഷം രൂപ ഇക്കാര്യത്തിൽ കൊടുക്കേണ്ടി വന്നുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഔസേപ്പ് എന്ന ഹോട്ടൽ ഉടമയാണ് ഇക്കാര്യത്തിൽ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ 2023 മെയ്യിൽ ഇത്തരത്തിൽ ഭക്ഷണത്തെ ചൊല്ലി ഒരു സംഘർഷമുണ്ടായി. പരാതിയുമായി എത്തിയ പാലക്കാട് സ്വദേശികളായ യുവാക്കളെ ഇത്തരത്തിൽ പരാതി ഉണ്ടായ സമയത്ത് ഔസേപ്പിന്റെ ഹോട്ടൽ ജീവനക്കാർ മർദ്ദിച്ചു എന്ന പരാതിയുമായി അവർ പോലീസ് സ്റ്റേഷനിലെത്തി. ആ വിഷയത്തിൽ ഔസേപ്പിന്റെ മകനെയും ജീവനക്കാരെയും മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് ഇത്തരത്തിൽ ഇവർ ഉന്നയിക്കുന്നത്. ഇതിന് തെളിവായി അവർ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ഔസേപ്പ് ഉന്നയിച്ച ഗുരുതര ആരോപണം എന്ന് പറയുന്നത് കേസിൽ തന്റെ മകനെയും ജീവനക്കാരനെയും പ്രതി ചേർക്കുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് 5 ലക്ഷം രൂപ പരാതിക്കാർക്ക് നൽകിക്കൊണ്ട് കേസ് സെറ്റിൽ ചെയ്യാൻ പോലീസ് നിർബന്ധിച്ചുവെന്നും അതിന്റെ ഭാഗമായി താൻ 5 ലക്ഷം രൂപ നൽകിയെന്നും ഔസേപ്പ് പറഞ്ഞ് തന്റെ വീടിന്റെ വരാന്തയിലുള്ള CCTV ദൃശ്യങ്ങളും ഔസേപ്പ് പുറത്തുവിടുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും അതിനുശേഷം ഇപ്പോൾ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ഏറെ നിയമ പോരാട്ടത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ ദൃശ്യങ്ങൾ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു. അപ്പോൾ തൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ്റെ സഹോദരി നടത്തിയ മോഷണം തങ്ങൾ കണ്ടുപിടിച്ചു. അതിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് ഇത്തരത്തിലൊരു ആരോപണം തങ്ങൾക്കെതിരെ വന്നപ്പോൾ, അതായത് ഹോട്ടലിൽ ഭക്ഷണം നന്നല്ല എന്ന പേരിൽ സംഘർഷമുണ്ടായി എന്ന ആരോപണം വന്നപ്പോൾ തങ്ങളെ പോലീസ് കരുവാക്കുകയായിരുന്നു, മുൻവൈരാഗ്യം തീർക്കുകയായിരുന്നു എന്നുള്ള ആരോപണമാണ് ഔസേപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ചില CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന്റെ ഗൗരവവും കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. ഇതിലെ കേസിന്റെ മെറിറ്റ് നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനം നടന്നു എന്ന കാര്യം CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ കോൺഗ്രസ് വലിയൊരു പ്രതിഷേധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. കുന്നംകുളം സംഭവത്തിന് പിന്നാലെ മറ്റൊരു ഇത്തരത്തിലുള്ളൊരു പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ വിവരം കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസ് പ്രക്ഷോഭം ഏറ്റെടുത്തിരിക്കുകയാണ്. പീച്ചി സ്റ്റേഷനിലേക്കുള്ള മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഇന്ന് 4-ാം ഓണമായിട്ടും ഇന്ന് ചതയ ദിനമായിട്ടും സെന്റ് മേരീസ് പള്ളിയിലെ പെരുന്നാളായിട്ടും ഈ പോലീസ് നരാധമന്മാർക്കെതിരെ ഇവിടെ സമരത്തിന് വന്ന നിങ്ങൾ ഓരോരുത്തരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നലെ നിങ്ങളെല്ലാവരും ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇവിടെ വാണിരുന്ന ഒരു SI മൃഗീയമായി മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ കുന്നംകുളം പോലീസ് ഇതേ രീതിയിൽ ആക്രമിക്കുകയുണ്ടായി. സമാനമായ രീതിയിലാണ് അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് നയമാണ് ഈ നരനായാട്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത്. ഈ നരനായാട്ട് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇനിയും ശക്തമായ സമരത്തിലൂടെ കടന്നു വരാൻ ഞങ്ങൾ ഇനിയും തയ്യാറാണ്. ഇവിടെ പിണറായി വിജയൻ ഈ സംഭവം നടന്നു, അവിടെയും സംഭവം നടന്നിട്ട് 2 വർഷം പൂർത്തിയാകുകയാണ്. ഇതിന്റെ മുകളിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരും ACPയും കമ്മീഷണറും DIGയും IG-യും ഒക്കെ ഈ CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടും നാളിതുവരെയായി ഒരു നടപടി സ്വീകരിക്കാൻ പോലും പിണറായിയുടെ സർക്കാർ തയ്യാറായില്ല. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഈ നരാധമന്മാർക്കെതിരെ നടപടിയെടുക്കാത്തത്? എനിക്കൊന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്ര ക്രൂരന്മാരായ മൃഗങ്ങളോട് പോലും ഇവരെ ഉപമിക്കാൻ സാധിക്കുകയില്ല. കാരണം മൃഗങ്ങൾ പോലും പലപ്പോഴും മനുഷ്യരുടെ അടുത്ത് കരുണ കാണിക്കാറുണ്ട്. അത്ര പോലും കരുണ കാണിക്കാത്ത ഈ പോലീസ് നരാധമന്മാരെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം. ഞങ്ങൾക്കൊന്ന് മാത്രമാണ് പറയാനുള്ളത്. ഈ കളകളെ പറിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഈ കളകൾ പറിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. മാത്രമല്ല ഇത്തരത്തിലുള്ള ക്രൂരന്മാരായ ഉദ്യോഗസ്ഥരെ ഇന്ന് നിങ്ങളുടെ 4 പേരുടെ പടമാണ് ഇന്ന് അങ്ങാടികൾ മുഴുവൻ ഒട്ടിച്ചതെങ്കിൽ ഈ ജില്ലയിലെ ഓരോ പോലീസ് സ്റ്റേഷനിലും
ഇത്തരത്തിലുള്ള നരാധമന്മാരായ പോലീസുകാരുടെ പടങ്ങൾ നാളെ മുതൽ അങ്ങാടിത്തോറും ഞങ്ങൾ ഒട്ടിക്കും. നിങ്ങൾക്കൊരു സംശയം വേണ്ട, നിങ്ങളെ സമൂഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. നിങ്ങളെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വേണ്ട, നിങ്ങളെ നേരിടാൻ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ മതി. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇവരെ കയറൂരി വിടുന്നത്? 2 വർഷക്കാലമായില്ലേ, എത്രയോ പരാതികൾ ഈ ജില്ലയിൽ നിന്ന് കിട്ടി. അവിടെ സുജിത്ത് എന്ന് പറയുന്ന നമ്മുടെ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കുന്നംകുളത്ത് അകാരണമായാണ് മർദ്ദിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ മർദ്ദിക്കുന്നു? എത്രയോ പരാതികൾ അയച്ചു. അവസാനം കോടതി ഇടപെടേണ്ടി വന്നു. CCTV ദൃശ്യങ്ങൾ കിട്ടാൻ, അവർക്കൊരു കേസെടുക്കാൻ, പോലീസിനെതിരെ കേസെടുക്കാൻ, ഇത്രയേറെ ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലും അവർക്കെതിരെ കേസെടുക്കാൻ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ ആവശ്യം വന്നു. ഞങ്ങൾക്കൊന്ന് മാത്രമാണ് പറയാനുള്ളത്, വിവരാവകാശ നിയമം വഴി ഞങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും CCTV ദൃശ്യങ്ങൾ ലഭിക്കാൻ ഞങ്ങൾ അപേക്ഷ കൊടുക്കും. അതിൽ കണ്ടെത്തുന്നവരെ നിങ്ങൾ ഓർത്തിരുന്നോ, ഞങ്ങൾ നിങ്ങളെ വിടില്ല. നിങ്ങൾ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ. 6 മാസക്കാലം കഴിയുമ്പോൾ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ വരുമ്പോൾ കസ്റ്റഡി മർദ്ദനത്തിന് നേരിട്ടവരെ മുഴുവൻ, അവർക്ക് നേതൃത്വം കൊടുത്ത പോലീസുകാരെ എങ്ങനെ നേരിടണമെന്ന് കോൺഗ്രസ് പാർട്ടിക്ക് നന്നായി അറിയാം. ഇതൊരു തീക്കളിയാക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ അക്രമത്തിന്റെ പാതയിലല്ല. നിങ്ങളാണ് ഇവിടെ പ്രതികൾ, ഞങ്ങളല്ല പ്രതികൾ, നിങ്ങളാണ് പ്രതികൾ. അതുകൊണ്ട് നിങ്ങൾ സമന്വയം പാലിക്കുക. ഇവിടെ ഞങ്ങൾ വന്നത് സമാധാനപരമായ സമരവുമായിട്ടാണ്. എന്തിനാണ് നിങ്ങൾ പിടിച്ചു തള്ളിയത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ കരുതി പോലീസ് സ്റ്റേഷനിലേക്ക്, പീച്ചി പോലീസ് സ്റ്റേഷനിലേക്കുള്ള കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ്. DCC അധ്യക്ഷൻ സംസാരിക്കുകയാണ്. പീച്ചിയിലെ ഈ മർദ്ദനത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. നടരാജ് പരശുറാം ചേരുന്നുണ്ട്. നടരാജ്, കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ ഏതു തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് പറയുന്നത്? ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞു, ധന്യ, ഇക്കാര്യത്തിൽ ഈ പോലീസ് മർദ്ദനം വലിയൊരു വിഷയമായി സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പോലീസിനെതിരെ കൊണ്ടുവരാവുന്ന ഏറ്റവും വലിയ ആയുധം തന്നെയാണ് കസ്റ്റഡി മർദ്ദനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. അതും ദൃശ്യങ്ങൾ, ഭീകരമായ ദൃശ്യങ്ങൾ 2 കേസിലും പുറത്തു വന്നിട്ടുള്ള ഒരു പശ്ചാത്തലം എവിടെയുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അതായത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ഇത്തരത്തിൽ മർദ്ദിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പീച്ചി പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പോലീസിനെതിരെ, സംസ്ഥാന പോലീസിന്റെ നരനായാട്ട് എന്ന തരത്തിൽ, അല്ലെങ്കിൽ സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനുകളിലും നീതി കിട്ടുന്നില്ല എന്ന തരത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഈ മാർച്ചിനെ തുടർന്നാണ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സുജിത്തിന്റെ കേസിൽ ഉണ്ടായതും എന്നറിയാം. അതുകൊണ്ട് തന്നെ മറ്റൊരു കേസ് കൂടി തൃശൂർ പോലീസ് ഡിസ്ട്രിക്റ്റിന് കീഴിലുള്ള മറ്റൊരു സ്റ്റേഷനിൽ കൂടി വന്നിരിക്കുമ്പോൾ ഇതിൽ സ്വാഭാവികമായും ജനങ്ങൾക്കുള്ളൊരു പ്രശ്നത്തിന് കൂടെ നിൽക്കുക എന്നതുപോലെ തന്നെ രാഷ്ട്രീയമായി ഈ വിഷയം നന്നായി ഉപയോഗിക്കുക എന്നുകൂടി കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിൽ നടത്തും. മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് സാധാരണക്കാരുടെ കൂടെ നിൽക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ സാധാരണക്കാരെ മർദ്ദിക്കുകയും ചെകിട്ടത്തടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് വഴി സർക്കാരിനെതിരായ ഒരു സന്ദേശം നൽകാനും കോൺഗ്രസ് ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന കാര്യം വ്യക്തമാണ്. നടരാജാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ പ്രതിഷേധം പീച്ചി സ്റ്റേഷനിലേക്ക് നടക്കുന്നു. അവിടെ കോൺഗ്രസ് നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പീച്ചി സ്റ്റേഷനിൽ വെച്ച് വ്യവസായിയെയും ഹോട്ടലുടമയെയും മകനെയും മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കുന്നംകുളം കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പീച്ചിയിലെ സംഭവം കൂടി പുറത്തു വന്നിരിക്കുന്നത്. അകാരണമായി സ്റ്റേഷനിലെത്തി പോലീസുകാർ മർദ്ദിച്ചു എന്നതാണ് ആരോപണം. പരാതി നൽകിയിട്ടും അതിൽ പ്രത്യേകിച്ച് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പകപോക്കലായിരുന്നു എന്നാണ് പീച്ചിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഔസേപ്പ് എന്ന പരാതിക്കാരൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ പകപോക്കലിന്റെ ഭാഗമായാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. സ്റ്റേഷനിലെത്തിച്ച ശേഷം ഔസേപ്പിനെയും മകനെയും പോലീസുകാരൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അതിലാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്. രാജേന്ദ്രൻ അരങ്ങത്ത്, KPCC സെക്രട്ടറി. പ്രിയപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ വിജയകുമാർ, ബഹുമാനായ DC പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് തേജറ്റ്, ശ്രീ സുനിൽ അന്തിക്കാട് ഉൾപ്പെടെ
പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ചതയ ദിന ആഘോഷത്തിനിടയിലും ഓണാഘോഷത്തിനിടയിലും വളരെ പെട്ടെന്ന് സമരത്തിന് വന്ന പ്രിയപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ കേരളത്തിലുടനീളം കഴിഞ്ഞ 9 വർഷമായി പിണറായി വിജയന്റെ ഭരണകാലഘട്ടങ്ങളിൽ ഇടിയന്മാരായ പണം വാങ്ങി വിഷയങ്ങൾ തീർക്കുന്ന പോലീസിനെതിരെ അതിശക്തമായ വികാരം മലവെള്ളപ്പാച്ചില് പോലെ കേരളത്തിലുടനീളം പോലീസിനെതിരെ, മർദ്ദക പോലീസിനെതിരെ, പണം വാങ്ങുന്ന പോലീസിനെതിരെ, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ പി ജി സ്റ്റേഷനിലേക്കുള്ള മാർച്ച്, കോൺഗ്രസിന്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്.